ആ കല്ല് ഒരു പ്രത്യേക കൂട്ടിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കല്ലിന്മേൽ ഇബ്രാഹിം നബി തങ്ങളുടെ കാൽപാദത്തിന്റെ പതിഞ്ഞ അടയാളമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അതിന് പിന്നിൽ തക്ബീർ കെട്ടി നിൽക്കുമ്പോൾ സത്യത്തിൽ ഇബ്രാഹിം നബിയുടെ കാലിന്റെ ചുവട്ടിൽ പോയി സുജൂദ് ചെയ്യാൻ പോവാണ്. നല്ല തൗഹീദും ഉറച്ച വിശ്വാസമുള്ള ഒരാളെ മനസ്സിൽ ചിന്തിക്കൂലേ, പടച്ചവനെ നിനക്ക് ഞാൻ ചെയ്യുന്ന സുജൂദ് എന്തിനാ ഇബ്രാഹിം നബിയുടെ കാൽക്ക് പോയി ചെയ്യുന്ന ഒരു ശിർക്കാവൂലേ? അങ്ങനെ ചിന്തിച്ചാൽ, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാരണം അള്ളാഹു നേരെ പറഞ്ഞതാ, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, നിങ്ങൾ ഇബ്രാഹിം മഖാമിനെ മുസല്ലയാക്കണം. എന്താ കാരണം? അവിടെയാണ് ചിന്തിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്ത് ബഖറയിലെ 125-ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാൽക്കൽ സുജൂദ് ചെയ്യുകയാണ് നമ്മൾ ഹറമിൽ പോകുമ്പോൾ ആ പ്രവർത്തനത്തിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അബ്ദുസ്സമദ് പൂക്കോട്ടിന് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 125-ാം ആയത്തിലെ ഈ ഭാഗത്തെ ശക്തമായി അദ്ദേഹം ദുർവ്യാഖ്യാനിക്കുകയാണ്. ഒറ്റ ഉദാഹരണം അതിനുവേണ്ടി മാത്രം പറയാം. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ അവരൊരു അർത്ഥം പറയുന്നു, ഇവരൊരു അർത്ഥം പറയുന്നു എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം മുൻപത്തെ വിവാദങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് സമസ്ത തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ ഇറക്കിക്കഴിഞ്ഞു. ആ പരിഭാഷകളിൽ എല്ലാ വിഭാഗവും, ഇപ്പോൾ ശക്തമായി ഷിർക്കിൻ്റെ കാര്യത്തിൽ ന്യായീകരിക്കുന്ന കാന്തപുരം വിഭാഗം, അവരുടെ അബ്ദുറഹിമാൻ മഖ്ദൂമിയുടെ പരിഭാഷയാണിത്. ഈ പരിഭാഷ, ആ പരിഭാഷയുടെ 1-ാം വാള്യത്തിൽ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ഓതിയ അതേ ആയത്ത്, അതേ ആയത്തിൻ്റെ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് അതൊന്ന് കാണാം. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, അതിൻ്റെ വ്യാഖ്യാനം അബ്ദുറഹിമാൻ മഖ്ദൂമി തങ്ങൾ ഈ പരിഭാഷയെക്കുറിച്ച് റിസാല വാരിക പറഞ്ഞത് 100% സുന്നത്ത് ജമാഅത്തുമായി യോജിച്ച പരിഭാഷ എന്നാണ്. ബാപ്പു മുസ്ലിയാർ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത, അതേപോലെ തന്നെ കോഴിക്കോട് വലിയ കാളി സെയ്ദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ മരണപ്പെട്ടു പോയി, അദ്ദേഹം അവതാരിക എഴുതിയ, അഥവാ സമസ്ത മൊത്തത്തിൽ അംഗീകരിക്കുന്ന പരിഭാഷയാണിത്. ഈ പരിഭാഷയിൽ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം ശ്രദ്ധിക്കുക. ഇബ്രാഹിം നിന്ന സ്ഥാനത്തെ നമസ്കാര സ്ഥലമാക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കലാണെന്ന് തിരുമേനി പ്രവർത്തിച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. ബുഖാരി, മുസ്ലിം. അപ്പോൾ അവിടെ ഇബ്രാഹിം മഖാമ് എന്ന് പറഞ്ഞ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിന്ന സ്ഥാനത്തിൻ്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കലാകുന്നു എന്ന്. മാത്രമല്ല, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്താദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് കാബ. കാബയെ അഭിമുഖീകരിച്ചാണ് നാം നമസ്കാരം നിർവഹിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാൽക്കൽ പോയി സുജൂദ് ചെയ്യാനല്ല, കാബയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിന്ന സ്ഥലത്തിൻ്റെ പിന്നിൽ നിന്നായി കാബയെ അഭിമുഖീകരിച്ചുകൊണ്ട് നമസ്കരിക്കുക. ഇവിടെ എവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാൽക്കൽ സുജൂദ് ചെയ്യുക എന്ന് വന്നിട്ടുള്ളത്? അപ്പോൾ പച്ചയായ ദുർവ്യാഖ്യാനം ഇവിടെ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും വ്യാഖ്യാനിക്കുന്നിടത്ത്, മനസ്സിലാക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പഠിപ്പിച്ച രീതിശാസ്ത്രത്തിൽ നിന്ന് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പിന്നോട്ട് പോയി എന്നാണ്. അഥവാ റഹ്മത്തുള്ള ഖാസിമി, നമുക്കറിയാം, മുമ്പ് അദ്ദേഹം ഒരു വലിയ അപകടം പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? അവിടെ ഒന്നുമില്ല, അവിടെ പാറക്കല്ലാണ് സഹോദരങ്ങളെ, ഒന്നുമില്ല അവിടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ഹാജറ ബീവിയുടെ ഖബർ അവിടെയുണ്ട്. എവിടെ? കഅബാലയത്തിൽ. ആ ഖബറിൻ്റെ അടുത്തേക്കാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും സമസ്തക്കാരായ ആളുകൾ പോലും ചോദിച്ചു, ഇനി അവരുടെ ഖബറാണെന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റുമോ? അപ്പോൾ ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ കഅബയ്ക്ക് തിരിഞ്ഞല്ലേ നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചതോടുകൂടി അദ്ദേഹം ആ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാൻ പറ്റാതായി. അവസാനം മദീനക്ക് പ്രാധാന്യം കൊടുത്തു. അവസാനം മദീനയിൽ ഒന്നുമില്ല, മദീന റഹ്മത്തുള്ളൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും എന്ന് പറയുന്ന ശുദ്ധ ഷിയായിസം, അഥവാ ഹറമുകൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല എന്ന് ഹറമുകളിൽ രക്തം ചിന്തിയിട്ടുള്ള ഷിയാക്കളുടെ ആ വാദം തീജാനി ത്വരീഖത്തിലൂടെ വളരെ വ്യക്തമായി റഹ്മത്തുള്ള ഖാസിമി തലയിലേറ്റി. ആളെ കിട്ടില്ല എന്ന് കണ്ടപ്പം ഞാനത് ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കോഴിക്കോട് ടൗൺ ഹാളിൽ സമസ്തയിലേക്ക് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇന്ന് ഈ ഹജ്ജിൻ്റെ കാലഘട്ടത്തിൽ പോലും, ഈ വിശുദ്ധ മാസത്തിൽ പോലും കഅബയെയും മദീനയെയും
എല്ലാ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും ഒരിക്കലും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും നിന്ദിച്ചിട്ടില്ലാത്ത തരത്തിൽ റഹ്മത്തുള്ള കാസിമി നിന്ദിച്ചിട്ട് സമസ്ത ഒരക്ഷരം പറഞ്ഞില്ല. ആ റഹ്മത്തുള്ള കാസിമിയുടെ മുരീദാകുന്നതിന് വേണ്ടി പാടുപെടുകയാണ് യഥാർത്ഥത്തിൽ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ അവിടെ മക്കാമാണ്, അവിടെ ഇബ്രാഹിം നബി പിന്നെ ഹാജറ ബീവിയുടെ ഖബറാണ് എന്ന് പറഞ്ഞതിൻ്റെ വേറൊരു രൂപം വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മാത്രമല്ല ഈ റഹ്മത്തുള്ള കാസിമിയുടെ പരിഭാഷയിൽ പോലും ഈ ഒരു ഇദ്ദേഹം പറഞ്ഞ വ്യാഖ്യാനമില്ല. ഏറ്റവും ടോപ്പിൽ ഷിയായിസത്തിലേക്ക് പോയി എന്ന് നമുക്ക് ബോധ്യമാകുന്ന റഹ്മത്തുള്ള കാസിമി പരിഭാഷ എഴുതിയിട്ടുണ്ട്. ആ പരിഭാഷയിൽ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല അബ്ദുസ്സമദ് പൂക്കോട്ടൂർ അള്ളാഹുവിനെ നേരിട്ട് വിളിച്ചാൽ പോരെ എന്ന് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതല്ല ഇടക്കാള വെക്കണം എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായമായ സൂറത്തു മായിദയിലെ 35-ാമത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല എന്ന് തുടങ്ങുന്ന ആയത്ത്. ആ ഭാഗമാണല്ലോ അദ്ദേഹം ഓതി വെച്ചത്. അതിന് അബ്ദുറഹിമാൻ മഖ്ദൂമി തങ്ങളുടെ പരിഭാഷയിൽ വ്യക്തമായി പറഞ്ഞു, അതായത് അവനെ അനുസരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. ഇത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാന്നല്ല, മരിച്ചവരെ ഇടയാളന്മാരാക്കുക എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിനെ അനുസരിക്കുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. തഫ്സീർ എല്ലാവർക്കും പരിചയമുള്ള ഇബ്നു കസീർ മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വബ്തഗു ഇലൈഹിൽ വസീല എന്ന ആയത്തിന് കൊടുത്ത വ്യാഖ്യാനം അദ്ദേഹം മൊത്തത്തിൽ ക്രോഡീകരിച്ചുകൊണ്ട് പറയുന്നു, അമലുസ്വാലിഹാത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് വസീല. ലാ ഖിലാഫ ബൈനൽ മുഫസ്സിരീന ഫിഹി, മുഫസ്സിരീങ്ങൾക്കിടക്ക് ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും മൊത്തത്തിൽ തള്ളിക്കൊണ്ട് ഷിയായിസം പ്രൊമോട്ട് ചെയ്ത് മക്കയെയും മദീനയെയും നിന്ദിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച റഹ്മത്തുള്ള കാസിമി ഇപ്പോൾ സമസ്തയുടെ പണ്ഡിതന്മാർ തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്ന റഹ്മത്തുള്ള കാസിമി, ആ റഹ്മത്തുള്ള കാസിമിക്ക് പഠിക്കുകയാണ് യഥാർത്ഥത്തിൽ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ചെയ്യുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരും അദ്ദേഹത്തോട് ഈ കാര്യം പറയണം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനമല്ലേ നിങ്ങൾ ചെയ്തത്, വത്തഖിദു മിൻ മഖാബി ഇബ്രാഹിം മുസല്ല എന്ന ആയത്തിന് ലോകത്ത് ആരാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാൽക്കൽ പോയി സുജൂദ് ചെയ്യുക എന്ന അർത്ഥം ലോകത്ത് ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നാം അദ്ദേഹത്തോട് ചോദിക്കേണ്ടതുണ്ട്. മാത്രമല്ല അദ്ദേഹം സംസാരിക്കുന്നത് ഒരു ഹജ്ജ് ക്ലാസ്സിലാണ് എന്ന് മനസ്സിലാക്കണം. ഹജ്ജിന് പോകുന്ന മനുഷ്യന്മാർ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ എങ്കിൽ ഹജ്ജിൽ എവിടെയാണ്? ഹജ്ജിൻ്റെ കുറേ ചടങ്ങുകൾ നമുക്കറിയാം. ഈ മഖാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിന്ന സ്ഥലം, അതിൽ ആ നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പോ നമസ്കാരത്തിലോ നമസ്കാരത്തിന് ശേഷമോ ഇബ്രാഹിം നബിയെ എന്നൊരു വിളിയുണ്ടോ? മിനായിൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ കൊണ്ടുപോയ മിനായിൽ ആ അറവിന് മുമ്പോ അറവിലോ അഥവാ അറക്കുന്ന സന്ദർഭത്തിലോ അതിനുശേഷമോ ഇസ്മായിൽ നബിയെ എന്നൊരു വിളിയുണ്ടോ? സൈ നമ്മൾ ചെയ്യുന്നു സഫ മർവക്കിടയിൽ 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നില്ലേ? അതിലെവിടെയെങ്കിലും ഹാജറ ബീവിയെ എന്നൊരു വിളിയുണ്ടോ? എന്തിനാ പൂക്കോട്ടൂർ പറഞ്ഞത്? എന്തിനാണ് മൊഹീദ്ദീൻ ഷെയ്ഖിനെ 1000 വട്ടം വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് മമ്പറം തങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ച ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണല്ലോ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തത്. എങ്കിൽ 3 മഹാന്മാരുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ആ ഹജ്ജിൽ എവിടെയെങ്കിലും ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ഹാജറ ബീവിയെ പോകട്ടെ ബിഹഖി ഹാജറ ബിജാഹി ഹാജറ ബി ബറക്കത്തി ഇസ്മായിൽ എന്ന ഒരൊറ്റ വിളി പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ പ്രസംഗം അദ്ദേഹം പിൻവലിക്കണം. എന്തിന്? വാശിക്കോ ദേഷ്യത്തിനോ വേണ്ടിയല്ല, പരലോകത്ത് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യണം. ഈ ഒരു ദുർവ്യാഖ്യാനം അദ്ദേഹം പിൻവലിച്ച് അദ്ദേഹം സ്വർഗമാർഗത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഒട്ടേറെ ദുർവ്യാഖ്യാനങ്ങൾ, അറഫയിൽ നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്, അപ്പം നല്ല ആൾക്കാരെ കെയർ ഓഫിൽ, ചീത്ത ആൾക്കാർക്ക് പടച്ചോൻ പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ നമ്മൾ അബദ്ധമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മമ്പർന്നങ്ങൾ എടുത്ത് വന്നാൽ മതി. ലോകത്താരാ ഇത്തരത്തിലൊരു വ്യാഖ്യാനം പറഞ്ഞത്? അതുപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ജാറത്തെ ന്യായീകരിക്കുന്നു. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ പേരിൽ കള്ളം പറയുന്നു, റസൂലുള്ളാഹിയെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന അർത്ഥത്തിൽ അദ്ദേഹം കവിത പാടുന്നു. യഥാർത്ഥത്തിൽ ഇതൊക്കെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു തെളിവുമില്ല എന്നതിൻ്റെ തെളിവാണ് അബ്ദുസ്സമദ് പൂക്കോട്ടിൻ്റെ സംസാരം. അതുകൊണ്ട് റഹ്മത്തുള്ള കാസിമിയെ ജനം തള്ളിയതുപോലെ തള്ളുന്നൊരവസ്ഥ വരാതിരിക്കാൻ
അതിലുപരി പരലോകത്ത് പടച്ചവൻ തന്നെ തള്ളുന്നൊരവസ്ഥ വരാതിരിക്കാൻ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അദ്ദേഹം ഈ പ്രസംഗം പിൻവലിക്കണം, ഈ ദുർവ്യാഖ്യാനം പിൻവലിക്കണം. ഹജ്ജിന്റെ പോകുന്ന എല്ലാവരും ചിന്തിക്കുക, ഒരിക്കലും ഹജ്ജിന് പോകുന്നതിന് മുമ്പോ ഹജ്ജിനോ ഹജ്ജിന് ശേഷമോ മമ്പുറം തങ്ങളെ എന്ന് വിളിക്കരുത്, ബദരീങ്ങളെ എന്ന് വിളിക്കരുത്, റബ്ബേ എന്നാണ് വിളിക്കേണ്ടത്. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി എന്ന് പറഞ്ഞുകൊണ്ട്, മുഹമ്മദ് നബിയെ, എൻ്റെ അടിമകൾ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ നീ പറയുക, ഞാൻ ഏറ്റവും അടുത്തവനാണ്, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. അതുകൊണ്ട് റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ പൂക്കോട്ടൂർ ഉൾക്കൊള്ളുന്ന സമസ്ത ഇറക്കിയ ഏത് പാഠപുസ്തകത്തിലാണ് അള്ളാഹു അല്ലാത്തവരുടെ ഒരു പ്രാർത്ഥനയുള്ളത്? അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ മുഴുവനും റബ്ബിനോടാണ് പ്രാർത്ഥന. പിന്നെ എന്തിനാണ് അമലുസ്വാലിഹാത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് ഇസ്ലാം പഠിപ്പിച്ചതിനെ ബഹുമാന്യരായ ക്രൈസ്തവർ ചെയ്യുന്നത് പോലെ, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ജൂതന്മാർ ചെയ്യുന്നത് പോലെ, മറ്റു മതസ്ഥർ ചെയ്യുന്നത് പോലെ അമലുസ്വാലിഹാത്തിന്റെ സ്ഥലത്ത് അദൃശ്യരോ അല്ലെങ്കിൽ മരണപ്പെട്ടവരോ ആയ ആളുകളെ വെച്ചുകൊണ്ട് അവർ മുഖേന തേടുക എന്ന തെറ്റായ വസീല എന്തിനാണ് കൊണ്ടുവരുന്നത്? ഖബർ സിയാറത്ത് സുന്നത്താണ്. ഖബറിന്റെ അടുത്ത് പോകണം, ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് മരണത്തെക്കുറിച്ച് ഓർക്കാൻ. എന്നാൽ ഖബറാളികളോട് പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റില്ല. അബ്ദുസ്സമദ് പൂക്കോട്ടൂർ അറിയണം, തവാഫ് ഇസ്ലാമിൽ മക്കയിൽ മാത്രമാണുള്ളത്, കായബാലയത്തിന് മാത്രമാണുള്ളത്, മദീനയിൽ പോലുമില്ല. എന്നാൽ പൂക്കോട്ടൂരിൻ്റെ നാട്ടിൽ, നമ്മുടെ എല്ലാവരുടെയും നാട്ടിൽ, തിരുവനന്തപുരത്ത് ഭീമാ പള്ളിയിൽ ഭീമാ ഉമ്മിച്ച എന്നവർ വിളിക്കുന്ന ആ സ്ത്രീയുടെ ഖബറിന്റെ ചുറ്റും 7 പ്രാവശ്യം തവാഫുണ്ട്. ആ തവാഫ് ശരിയല്ലെന്ന് പറയാൻ പൂക്കോട്ടൂർ തയ്യാറാകുമോ? അവിടെ പോയി വയല് പറയേണ്ടതില്ലെന്ന് പറയാൻ തയ്യാറാകുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. റബ്ബേ എന്ന് നീട്ടേണ്ട കൈ ഖബറിലേക്ക് തിരിച്ചു വെച്ച് മഹാന്മാരിലേക്ക്, അവർ പോലും പഠിപ്പിക്കാത്ത ആശയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ നാം ജാഗ്രതയോടുകൂടി കാണണം. ആ റഹ്മത്തുള്ള കാസ്മിയുടെ പാതയിൽ നിന്ന്, ഷിയായിസത്തിന്റെ പാതയിൽ നിന്ന് അബ്ദുസ്സമദ് പൂക്കോട്ടൂരും കൂട്ടരും പിന്മാറണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.